ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ സഖാവ് AKജിയുടെ 49 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിലുള്ള ദിനാചരണ പരിപാടി നടത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മാവിലായി പെരളശ്ശേരി, അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് അതിനുശേഷം നമ്മളിവിടെ രാവിലെ പുഷ്പാർച്ചനയും പെരളശ്ശേരിയിൽ വൈകുന്നേരം വലിയ സമ്മേളനവും നടത്തുകയാണ്. വൈകുന്നേരത്തെ പൊതുസമ്മേളനം സഖാവ് പിണറായി വിജയൻ, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്യും. ഇവിടെ അനുസ്മരണ സമ്മേളനം നടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കേരളത്തിലെമ്പാടും എല്ലാ ബ്രാഞ്ച് തലത്തിൽ പാർട്ടി പതാക ഉയർത്തിയും പ്രഭാതവേരി നടത്തിയും ഓഫീസുകൾ അലങ്കരിച്ചും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തിയും സഖാവ് AKG ദിനാചരണം നല്ല രീതിയിൽ നടത്തി വരികയാണ്. സഖാവ് AKG നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 49 വർഷമായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ആവേശം നൽകുന്ന ഒന്നാണ്. എല്ലാ തെറ്റായ നിലപാടുകൾക്കെതിരായും ഭരണവർഗ സമീപനത്തിനെതിരായും പോരാടുന്ന ജനതയുടെ ഊർജ്ജ സ്രോതസ്സായിട്ടാണ് സഖാവ് AKജിയെ ഞങ്ങളെല്ലാം കാണുന്നത്. ഇന്നത്തെ പരിതസ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നാളത്തോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം നോമിനേഷൻ കൊടുത്തു തീർക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായം രചിക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2ാം ടേമാണ് നമ്മൾ അധികാരത്തിലേക്ക് വന്നത്. അതൊരു പുതിയ ചരിത്രമായിരുന്നു. ഇപ്പോഴും 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. സഖാവ് AKജിയുടെ സ്മരണ ഇരമ്പുന്ന ഈ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാവും, 3ാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നീങ്ങാൻ പോവുകയാണ്. ആ ഒരു ജനവിധിയാണ് ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് എഴുതാൻ പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുക. UDFലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേദിയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFും BJPയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. അതായിരിക്കും തിരിച്ചടി, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ, പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാ കാര്യം. ജനങ്ങൾ കൃത്യമായിട്ടും, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് കേട്ടത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി കോടിക്കണക്കിന് മനുഷ്യൻ്റെ
പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിച്ചതിനു വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് 10ാമത്തെ കൊല്ലം ഈ കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ആയുധം.